Namaste, children. We have again come back to our online class. I welcome all my dear children of 2A and 2B to this online class once again. Today, we shall learn a new lesson. It is a very, very interesting lesson, and the name of the lesson is The Elves and the Shoemaker. Page number 13. The Elves and the Shoemaker. Now, children, what do you mean by an elf? What is an elf? Have you heard this word before? Elf. Elf means a small creature with pointed ears who has magic powers. It is a small creature with pointed ears. കൂർത്ത ചെവി, ചെറിയ ചെറിയ ജന്തുക്കൾ, ചെറിയ ക്രീച്ചേഴ്സ്, കൂർത്ത ചെവിയായിട്ട്, ഹു ഹാസ് മാജിക് പവേഴ്സ്, അവർക്ക് മാജിക് പവേഴ്സ് ഉണ്ടാവും. അതാണ് എൽഫ് എന്ന് പറഞ്ഞാൽ. എൽഫിൻ്റെ പ്ലൂറൽ എൽവ്സ്, ELVES, elves. സിംഗുലർ ELF, എൽഫ്. ഇനി ഇതേ എൽഫിൻ്റെ വേറൊരു വേർഡ് ഉണ്ട്, സിനോണിം. അതറിയാമോ നിങ്ങൾക്ക്? അതിനെ പറയാം പിക്സി. PIXIE, പിക്സി. പിക്സി പറഞ്ഞാൽ എന്താ? പിക്സി പറഞ്ഞാൽ അത് ചിൽഡ്രൻ്റെ സ്റ്റോറീസിൽ പിക്സി പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എ സ്മോൾ പേഴ്സൺ, ചെറിയ ഒരാളുടെ മാതിരി, ഓക്കെ, വിത്ത് പോയിൻറ്റഡ് ഇയേഴ്സ്, ഹു ഹാസ് മാജിക് പവേഴ്സ്. അതാണ് പിക്സി പറഞ്ഞാൽ. അപ്പോൾ പിക്സിൻ്റെ വേറൊരു വേർഡാണ് എൽഫ്. എൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ക്രീച്ചേഴ്സ് വിത്ത് പോയിൻറ്റഡ് ഇയേഴ്സ് ഹു ഹാസ് മാജിക്. ഓക്കെ, യാ. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കാൻ പോണ ലെസൻ്റെ പേരെന്താ മക്കളെ? ദ എൽവ്സ് ആൻഡ് ദ ഷൂമേക്കർ. Now, can I ask you one question? Have you seen a fairy? ഫെയറിനെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ? ഫെയറി, എ ബ്യൂട്ടിഫുൾ ലേഡി വിത്ത് എ മാജിക്കൽ പവർ. ഹാവ് യു സീൻ? ഇല്ല അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് ഒരു ഫെയറിനെ ഈ ലെസൺ ത്രൂ കാണാം. ഓക്കെ, ഇഫ് യു മീറ്റ് എ ഫെയറി who can give you 3 things, what would you ask for? നിങ്ങൾ ഒരു ഫെയറിനെ കണ്ടുമുട്ടി എന്ന് വിചാരിക്കൂ. ഫെയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലാഖ. ഓക്കെ, എ ബ്യൂട്ടിഫുൾ ലേഡി വിത്ത് മാജിക്കൽ പവർ. അങ്ങനെ ഒരു ഫെയറിനെ നിങ്ങൾ കണ്ടുമുട്ടി എന്ന് വിചാരിക്കും. ആ ഫെയറിക്ക് നിങ്ങൾക്ക് 3 തിങ്സ് തരാൻ പറ്റും. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ 3 സാധനങ്ങൾ തരാൻ പറ്റും. എന്നാൽ നിങ്ങൾ എന്താ ചോദിക്കുക? വാട്ട് വുഡ് യു ആസ്ക് ഹർ? അതെവിടെ എഴുതണം കേട്ടോ. ഐ വുഡ് വിഷ് ഫോർ നമ്പർ 1 എന്താണ് വിഷ് ചെയ്യണത്? നമ്പർ 2 ആൻഡ് നമ്പർ 3 സം. അപ്പോൾ 3 വിഷസ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചോദിക്കുക? നമ്പർ 1 ആർട്ടിക്കിൾ എ വെച്ചിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് പറയൂ. ആർട്ടിക്കിൾ എ എന്നാണ് മുമ്പിലല്ലേ? അപ്പോൾ എനിത്തിങ്, എ പെൻസിൽ, അല്ലെങ്കിൽ എ ബാഗ്, അല്ലെങ്കിൽ എ ഡ്രസ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഫെയറിയോട്. ഫെയറി നിങ്ങൾക്ക് സാധിച്ചു തരും. രണ്ടാമത്തെ ചോദ്യം എന്തായിരിക്കണം? അതിൻ്റെ മുമ്പിൽ ആൻ, ആർട്ടിക്കിൾ ആൻ. അപ്പോൾ വവൽ വേർഡ് ആയിരിക്കണം അല്ലേ? വവൽ വേർഡ് ആവില്ലേ? വവൽ വേർഡിൻ്റെ മുമ്പിലല്ലേ നമ്മൾ ആൻ എന്ന ആർട്ടിക്കിൾ വെക്കുക? യെസ്. മൂന്നാമത്തത് എനിത്തിങ്, സം, എന്തെങ്കിലും. സം എന്താ ചോദിക്കുക? സം ചോക്ലേറ്റ്സ് അല്ലേ? എല്ലാ കുട്ടികൾക്കും ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് സം ചോക്ലേറ്റ്സ് ചോദിക്കാം. ചില കുട്ടികൾ പറയും, അയ്യോ ചോക്ലേറ്റ്സ് കഴിച്ചാൽ എൻ്റെ പല്ല് മുഴുവനെ കേടുവരും.
അപ്പോൾ ഞാൻ ചോക്ലേറ്റ്സ് ചോദിക്കില്ല. സോ യു ക്യാൻ ആസ്ക് എനിത്തിങ് വാട്ട് എവർ യു വോണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ എഴുതണം കേട്ടോ. എന്താണ് നിങ്ങളുടെ വിഷ് എന്ന് ഇവിടെ എഴുതുക. ഇനി ടീച്ചർ ലെസൺ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, നൗ ഹിയർ വി ഗോ. Boris, the shoemaker, lived in a little house with his wife Emma. Boris and Emma were honest and hardworking, but they were poor. ബോറിസ് പറഞ്ഞ ഒരു ഷൂ മേക്കർ ഉണ്ടായിരുന്നു. ഷൂ മേക്കർ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഷൂ ഉണ്ടാക്കുന്ന ആള്. യെസ്, എ മാൻ ഹൂ മേക്സ് ഷൂസ്. എ മാൻ ഹൂ മേക്സ് ഷൂസ് is called a shoemaker. അല്ലേ? അപ്പോൾ ഈ ഷൂ മേക്കറിൻ്റെ പേരെന്താണ്? ബോറിസ്. യെസ്, ബോറിസ് എന്ന ഷൂ മേക്കർ lived in a little house with his wife Emma. എമ്മയുടെ കൂടെ, അയാളുടെ ഭാര്യ എമ്മയുടെ കൂടെ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു. ബോറിസ് ആൻഡ് എമ്മ were honest and hardworking, but they were poor. ബോറിസും അയാളുടെ ഭാര്യ എമ്മയും വളരെ ഹാർഡ് വർക്കിങ്ങും ഓണസ്റ്റും ആയിരുന്നു. എന്താണ് ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ? നമ്മൾ പഠിച്ചിട്ടില്ലേ ദ ഗുഡ് സീഡില്? പിങ് വാസ് എൻ ഓണസ്റ്റ് ബോയ്. കിങ് ചാങ് wanted to choose an honest king and an honest person to the throne. അപ്പോൾ ഓണസ്റ്റ് പറഞ്ഞാൽ വളരെ സത്യസന്ധതയായ ആൾ. അപ്പോൾ ഈ ബോറിസും എമ്മയും വളരെ ഓണസ്റ്റും ഹാർഡ് വർക്കിംഗ്, നല്ല പ്രയത്നിക്കുന്ന ആൾക്കാരായിരുന്നു. ഓക്കെ, പക്ഷേ ബട്ട് ദേ വേ പുവർ, അവർക്ക് പൈസ ഉണ്ടായിരുന്നില്ല. ഓക്കെ, വൺ ഡേ ദേ ഹാഡ് ലെതർ ടു മേക്ക് ഓൺലി വൺ പെയർ ഓഫ് ഷൂസ്. ഒരു ദിവസം അവർക്ക് ലെതർ പറഞ്ഞാൽ തോല്. ആനിമൽസിൻ്റെ തോലിന് നമ്മൾ എന്താ പറയുക? ലെതർ. LEATHER, ലെതർ. അത് അണ്ടർലൈൻ ചെയ്യൂ എല്ലാവരും. ലെതർ. യെസ്, അപ്പോൾ ആനിമൽസിൻ്റെ തോലിനെ നമ്മൾ പറയാം ലെതർ. അപ്പോൾ ഒരു ദിവസം ദേ ഹാഡ് ലെതർ ടു മേക്ക് ഓൺലി വൺ പെയർ ഓഫ് ഷൂസ്. ടീച്ചർ ഇവിടെ പറഞ്ഞില്ലേ ബോറിസ് ഒരു ഷൂ മേക്കർ ആയിരുന്നു എന്ന്. അപ്പോൾ ആനിമൽസിൻ്റെ തോലുകൊണ്ടല്ലേ ഷൂ ഉണ്ടാക്കുക? യെസ്, നിങ്ങളുടെയൊക്കെ ഷൂസ് ആനിമൽസിൻ്റെ തോലുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഇവർക്ക് ലെതർ ഉണ്ടായിരുന്നില്ല. ഓൺലി ഒരു പെയർ ഓഫ് ഷൂസ് ഉണ്ടാക്കാൻ മാത്രമേ ലെതർ ഉണ്ടായിരുന്നുള്ളൂ. ദേ ഹാഡ് ലെതർ ടു മേക്ക് ഓൺലി വൺ പെയർ ഓഫ് ഷൂസ്. ഒരു പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് കാലിലേക്കുള്ള പെയർ. ഒരു പെയർ ഓഫ് ഷൂസ് ഉണ്ടാക്കാൻ മാത്രമേ ലെതർ ഉണ്ടായിരുന്നുള്ളൂ. ഐ വിൽ കട്ട് ഔട്ട് ദിസ് ലാസ്റ്റ് പെയർ ഓഫ് ഷൂസ് സെഡ് ബോറിസ്. ബോറിസ് എന്താ പറഞ്ഞ്? ഞാൻ ഈ ലാസ്റ്റ് പെയർ ഓഫ് ഷൂസിന് വേണ്ടി ഈ ലെതർ കട്ട് ചെയ്യാം. ഓക്കെ, ഐ വിൽ സ്യൂ ദെം ടുമോറോ. ഞാൻ ഇതിനെ നാളെ തുന്നും. സ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക, തുന്നുക. ഐ വിൽ സ്യൂ ദെം ടുമോറോ. നാളെ ഞാൻ ഇതിനെ തുന്നും. ഇന്ന് കട്ട് ചെയ്തിട്ട് നാളെ ഇതിനെ തുന്നും. ദാറ്റ് നൈറ്റ് ബോറിസ് കട്ട് ഔട്ട് ദ ലെതർ ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ഓൺ ദ ടേബിൾ ഇൻ ഹിസ് വർക്ക്ഷോപ്പ്. ആ രാത്രി ബോറിസ് എന്താ ചെയ്തത്? ലെതറിനെ എടുത്തിട്ട് കട്ട് ചെയ്തു. ഷൂസിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചു. ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ഓൺ ദ ടേബിൾ. ടേബിളിൻ്റെ മുകളിലാണ് വെച്ചത്. വെർ ഡിഡ് ഹി ലീവ് ഇറ്റ്? ഹി ലെഫ്റ്റ് ഇറ്റ് ഓൺ ദ ടേബിൾ ഇൻ ഹിസ് വർക്ക്ഷോപ്പ്. അയാൾക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. എന്താണ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ മക്കളെ? വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിയൊക്കെ എടുക്കില്ലേ? പണിയൊക്കെ എടുക്കാനുള്ളൊരു മുറി. a room in which we make things or repair them. നമ്മൾ റിപ്പയർ ചെയ്യാനോ സാധനങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടിയിട്ട് ഒരു മുറി വെക്കില്ലേ? അതാണ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബോറിസ് എന്ത് ചെയ്തു? അയാൾക്ക് ഒരു പെയർ ഓഫ് ഷൂസിന് വേണ്ടിയിട്ട് തോല് ലെതർ കട്ട് ചെയ്തിട്ട് ടേബിളിൻ്റെ മുകളിൽ വെച്ചു വർക്ക്ഷോപ്പിൽ. The next morning he went into his workshop to finish the shoes. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അയാൾ അയാളുടെ വർക്ക്ഷോപ്പിലേക്ക് പോയി. എന്തിന്? ടു ഫിനിഷ് ദ ഷൂസ്. അത് മുഴുവനാക്കണ്ടേ, സ്റ്റിച്ച് ചെയ്യണ്ടേ, സ്യൂ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് അയാൾ എവിടേക്ക് പോയി? വർക്ക്ഷോപ്പിലേക്ക് പോയി. വാട്ട് ഡിഡ് ഹി സീ? എന്ത് കണ്ടു അവിടെ? എ ന്യൂ പെയർ ഓഫ് ഷൂസ്. ഒരു പുതിയ പെയർ ഓഫ് ഷൂസ് കണ്ടു.
ഹാ, ഞാൻ അങ്ങനെ ഒരു പുതിയ പെയർ ഓഫ് ഷൂസ് വെച്ചിട്ടില്ലല്ലോ, ഇതേ എവിടെ നിന്ന് വന്നു എന്ന് ബോറിസ് അന്തം വിട്ടു. ഓക്കെ, യെസ്, ദ ഷൂസ് വേ സോ കംഫർട്ടബിൾ. ഷൂസ് ആണെങ്കിലോ ഭയങ്കര കംഫർട്ടബിൾ. കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ എളുപ്പം, ധരിക്കാൻ വളരെ എളുപ്പം, വളരെ ഈസി ആയിട്ട് ധരിക്കാൻ പറ്റുന്നത്, അതാണ് കംഫർട്ടബിൾ. ദ ഷൂസ് വേർ സോ കംഫർട്ടബിൾ ദാറ്റ് ബോറിസ് സോൾഡ് ദം ക്വിക്ക്ലി. ഷൂസ് എത്ര നന്നായിരുന്നു അറിയോ, വളരെ ഈസി ആയിട്ട് ഇടാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് അത് അയാൾ വേഗം തന്നെ അയാൾക്ക് വിൽക്കാൻ പറ്റി. ഹി സോൾഡ്, സോൾഡ് പറഞ്ഞാൽ വിറ്റു. സെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് സോൾഡ്. സെൽ, SELL, സെൽ പറഞ്ഞാൽ എന്താ മക്കളെ? ഐ സെൽ മാംഗോസ്, ഞാൻ മാംഗോസ് വിൽക്കാറുണ്ട്. മൈ മദർ സെൽസ് ആപ്പിൾസ്, എൻ്റെ അമ്മ ആപ്പിൾസ് വിൽക്കാറുണ്ട്. അപ്പോൾ സെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് സോൾഡ്, വിറ്റു. അപ്പോൾ ദ ഷൂസ് വേ സോ കംഫർട്ടബിൾ, ഷൂസ് ഇത്ര കംഫർട്ടബിൾ ആയിരുന്നു, വളരെ ഈസി ആയിട്ട് ഇടാൻ പറ്റുന്നതായിരുന്നു. ദാറ്റ് ബോറിസ് സോൾഡ് ദം ക്വിക്ക്ലി, ബോറിസ് അതിനെല്ലാത്തിനെയും എളുപ്പത്തിൽ വിറ്റു. ഹി വാസ് സോ ഹാപ്പി. With the money that he got by selling the shoes, he bought leather for 2 more pairs of shoes. അപ്പോൾ വിത്ത് ദ മണി ദാറ്റ് ഹി ഗോട്ട്, ആ കിട്ടിയ പൈസ കൊണ്ട്, എങ്ങനെയാണ് പൈസ കിട്ടിയത്? ബൈ സെല്ലിങ് ദ ഷൂസ്, ഷൂസ് സെൽ ചെയ്തിട്ട് കിട്ടിയ പൈസ കൊണ്ട് വാട്ട് ഡിഡ് ഹി ഡു? ഹി ബോട്ട് ലെതർ, അവൻ വീണ്ടും തോല് മേടിച്ചു, ലെതർ മേടിച്ചു. ഫോർ 2 more pairs of shoes, 2 പെയർ ഷൂസിന് വേണ്ടിയിട്ട്, 2 പെയർ ഓഫ് ഷൂസിന് വേണ്ടിയിട്ടുള്ള തോല് ലെതർ അയാൾ മേടിച്ചു. എങ്ങനെ മേടിച്ചു? ബൈ സെല്ലിങ് ദ ഷൂസ്. ഫസ്റ്റ് പെയർ ഓഫ് ഷൂസ് അയാൾ സോൾഡ് ചെയ്തില്ലേ, അതിൻ്റെ ആ പൈസ കൊണ്ട് ഹി ബോട്ട് ലെതർ ഫോർ 2 more pairs of shoes. ഓക്കെ, ദാറ്റ് നൈറ്റ്, ആ രാത്രി, ബോറിസ് കട്ട് ഔട്ട് ദ ലെതർ ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ഓൺ ദ ടേബിൾ. വീണ്ടും ബോറിസ് ലെതർ കട്ട് ചെയ്തു, എന്നിട്ട് ലെഫ്റ്റ് ഇറ്റ് ഔട്ട് ഓൺ ദ ടേബിൾ, ടേബിളിൻ്റെ മുകളിൽ വെച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ് ഹി വെൻറ്റ് ഇൻ ടു ദ വർക്ക്ഷോപ്പ്. പിറ്റേ ദിവസം അയാൾ വർക്ക്ഷോപ്പിലേക്ക് പോയി. ആൻഡ് വാട്ട് ഡിഡ് ഹി ഫൈൻഡ്? എന്താ അവിടെ കണ്ടത്? 2 pairs of shoes already made. 2 pairs of shoes മുഴുവനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഷൂസ് കണ്ടു. ഓൾറെഡി മെയ്ഡ്. ഓക്കെ, ബോറിസ് സോൾഡ് ദീ ഷൂസ് ക്വിക്ക്ലി ടു. ബോറിസ് എന്ത് ചെയ്തു? ഈ 2 pairs ഓഫ് ഷൂസും അയാൾ പെട്ടെന്ന് വേഗം തന്നെ സോൾഡ് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അതിടുമ്പളേ, അപ്പോൾ അത് വേഗം തന്നെ അയാൾ സോൾഡ് ചെയ്തു. ദിസ് കണ്ടിന്യൂഡ് ഫോർ മെനി ഡേയ്സ്. ഇത് കുറേ ദിവസം കണ്ടിന്യൂ ആയി. എന്ത്? അയാൾ തോല് കട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് ടേബിളിൻ്റെ മുകളിൽ വെക്കും. പിറ്റേ ദിവസം അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പിറ്റേ ദിവസം ദ നെക്സ്റ്റ് ഡേ അയാൾ വർക്ക്ഷോപ്പിൽ പോയാൽ എന്താ കാണുക? ഓൾറെഡി മെയ്ഡ് ഷൂസ്. കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷൂസ് കാണാം. ഓക്കെ, അയാൾ ആ ഷൂസ് വളരെ ക്വിക്ക്ലി ഹി സോൾഡ് ദെം. വൈ? ബിക്കോസ് ദ ഷൂസ് വേ വെരി കംഫർട്ടബിൾ. ഓക്കെ, ശരി. നൗ this continued for many days. Boris bought leather, cut it out and left it in the workshop. The next morning again there were new shoes waiting on the table. അപ്പോൾ ഈ പ്രവൃത്തി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോയി, തുടർന്ന് പോയി. ഓക്കെ, ബോറിസ് ബോട്ട് ലെതർ, ബോറിസ് ലെതർ മേടിച്ചു. ബോട്ട്, BOUGHT, ബോട്ട്. അണ്ടർലൈൻ ചെയ്യൂ ബോട്ട് എന്ന്. ബോട്ട് പറഞ്ഞാൽ മേടിച്ചു. BUY, ബൈ പറഞ്ഞാൽ മേടിക്കുക. I buy apples and oranges from the market. അപ്പോൾ ബൈ മേടിക്കുക. ബോട്ട് മേടിച്ചു. I bought a box full of chocolates from a shop. I bought, ഞാൻ മേടിച്ചു. അപ്പോൾ ബോറിസ് ബോട്ട് ലെതർ, കട്ട് ഇറ്റ് ഔട്ട്, അതിനെ കട്ട് ചെയ്തു, ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ഇൻ ദ വർക്ക്ഷോപ്പ്, എന്നിട്ട് അതിൽ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ വെച്ചു.
The next morning again, പിറ്റേ ദിവസം വീണ്ടും there were new shoes waiting on the table. പിറ്റേ ദിവസം വീണ്ടും എന്താ കാണുക അയാൾ പുതിയ ഷൂസ് വെയിറ്റ് ചെയ്യണു. അയാൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് പുതിയ ഷൂസ് ഇങ്ങനെ റെഡി ആയിട്ട് അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ഓൺ ദ ടേബിൾ. വൺ ഡേ ബോറിസ് സെഡ് ടു എമ്മ. ഒരു ദിവസം ബോറിസിൻ്റെ ഭാര്യ ആരാണ്? എമ്മ, ബോറിസ് വൈഫ്. അപ്പോൾ എമ്മയോട് പറഞ്ഞു, വി മസ്റ്റ് ഫൈൻഡ് ഔട്ട് ഹൂ മേക്സ് ദീസ് ഷൂസ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തേ പറ്റൂ, ആരാണ് ഈ ഷൂസ് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ സഹായിക്കുന്നത്. ഹൂ ഈസ് ഹെൽപ്പിംഗ് അസ്, നമ്മളെ ആരാ ഇങ്ങനെ സഹായിക്കണം. ഹൂ ഈസ് മേക്കിംഗ് ദീസ് ഷൂസ്, ഈ ഷൂസുകളെല്ലാം ആരാ ഉണ്ടാക്കുന്നത്. വി ഷുഡ് ഫൈൻഡ് ഔട്ട്, നമുക്ക് കണ്ടുപിടിക്കുക വേണം. സോ ദാറ്റ് നൈറ്റ്, ആ രാത്രി, ദേ ഹിഡ് ബിഹൈൻഡ് ദ ഡോർ ഓഫ് ദ വർക്ക്ഷോപ്പ്. ആ രാത്രി അവർ ഹിഡ് ചെയ്തു. ഹിഡ് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ ഒളിച്ചിരുന്നു. ഹൈഡ് പറഞ്ഞാൽ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കില്ലേ മക്കളെ നിങ്ങൾ സ്കൂളിൽ? കണ്ണ് പൊത്തി ഒളിച്ചിട്ടും കണ്ടിട്ടും ഹൈഡ് ആൻഡ് സീക്ക്. അപ്പോൾ ഹൈഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹിഡ്. ദേ ഹിഡ് ബിഹൈൻഡ് ദ ഡോർ. അവരെവിടെ ഒളിച്ചു? ബിഹൈൻഡ് ദ ഡോർ, ഡോറിൻ്റെ പുറം വശത്ത്, പിൻഭാഗത്ത്. ദേ ഹിഡ് ബിഹൈൻഡ് ദ ഡോർ ഓഫ് ദ വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പിൻ്റെ ഡോറിൻ്റെ പുറം ഭാഗത്ത് അവർ ഒളിച്ചു. എപ്പോൾ? ദാറ്റ് നൈറ്റ്, ആ രാത്രി. ഫ്രം ദെയർ ദേ കുഡ് വാച്ച് ദ ടേബിൾ ആൻഡ് നോട്ട് ബി സീൻ. അവിടുന്ന് ആ ഡോറിൻ്റെ പിൻഭാഗത്ത് നിന്ന് ഒളിച്ചാൽ ദേ കുഡ് വാച്ച് ദ ടേബിൾ, അവർക്ക് ടേബിൾ വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് നോട്ട് ബി സീൻ, അവരെന്നെ കാണാനും പറ്റാതെയും. അവരെന്നെ ആർക്കും കാണാനും പറ്റില്ല, പക്ഷെ അവർക്ക് ആ ടേബിൾ വാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ എന്താ ഇവിടെ നോക്കൂ, സെൻറ്റൻസ് നോക്കൂ. ഫ്രം ദെയർ, അവിടുന്ന്, ആ ഡോറിൻ്റെ പിൻഭാഗത്ത് നിന്ന്, ബിഹൈൻഡ് ദ ഡോറിൽ നിന്ന്, ദേ കുഡ് വാച്ച് ദ ടേബിൾ, അവർക്ക് ടേബിൾ വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് നോട്ട് ബി സീൻ, അവരെന്നെ കാണാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ടീച്ചർ ഇതിവിടെ നിർത്താം. ഇത് നിങ്ങൾ കേൾക്കുക. ഇതുവരെ ഇഷ്ടമായില്ലേ മക്കളെ എല്ലാവർക്കും? യെസ്, ഇനി ഉള്ളതാണ് സസ്പെൻസ്. അതിനി നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിലേക്ക് ടീച്ചർ ഇട്ട് തരാം കേട്ടോ. ഇതുവരെ നന്നായി മനസ്സിലാക്കുക, ലെസൺ വായിക്കുക, എന്നിട്ട് ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരിക. ടുമോറോ യു ഹാവ് ഓൺലൈൻ ക്ലാസ് റൈറ്റ് അറ്റ് 8:50. സോ സീ യു ടുമോറോ അറ്റ് 8:50. ഓക്കെ, എല്ലാവരും വായിക്കുക കേട്ടോ. വീഡിയോ കേൾക്കുക, വായിക്കുക. ബൈ ബൈ ചിൽഡ്രൻ.